നിങ്ങൾക്ക് മരണം കടന്നു വരുന്നതിന് മുന്നേ തന്നെ ആ മരണത്തിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന സമ്പാദ്യങ്ങളുണ്ടല്ലോ, അതിന്റെ ഏതെങ്കിലും ഒരു 100 രൂപയോ 10 രൂപയോ അല്ലെങ്കിൽ 20 രൂപയോ അത് നിങ്ങൾക്ക് തത്തുല്യമായി അള്ളാഹു നിങ്ങൾക്ക് എന്താണോ നൽകിയിട്ടുള്ളത് അതിന്റെ അനുമാനം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ സാധുക്കൾക്കും ദീനിന്റെ സ്ഥാപനങ്ങൾക്കും ഒക്കെ നിങ്ങൾ സഹായിക്കണേ. വിശുദ്ധമായ ഖുർആൻ എല്ലാ ആഴ്ചകളിലും ഇതേപോലെ നമുക്ക് നമ്മുടെ ജുമാ നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ ഓരോ അറിയിപ്പുകൾ പറയാറുണ്ട്. ഒരു പാവപ്പെട്ട സാധു കടന്നു വന്നിട്ടുണ്ട്, സഹായിക്കണം. എത്ര പേര് സഹായിക്കുന്നുണ്ട്? വെള്ളിയാഴ്ച ദിവസം പള്ളിക്ക് വേണ്ടി ബക്കറ്റിന്റെ കളക്ഷൻ ഇവിടെ നടക്കാറുണ്ട്. എത്ര പേർ അതിൽ ക്യാഷ് ഇടാറുണ്ട്? കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഈ ആഴ്ച ഒരു കളക്ഷൻ ഉണ്ട്. ജാമിയ മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഞാൻ പഠിച്ച സ്ഥാപനം, ആ സ്ഥാപനത്തിലേക്ക് വേണ്ടിയുള്ള അതിന്റെ ബുഖാരി മജ്ലിസ് നടന്നു വരുന്നുണ്ട്. അവിടെ കുട്ടികളുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിപൂർണമായി സഹായിക്കലും അതിനുവേണ്ടി സഹകരിക്കലും എന്റെ ബാധ്യത കൂടിയാണെന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ആ മന്നാനിയുടെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള 2 ഉസ്താദുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഉസ്താദുമാരുടെ കയ്യിലേക്ക് ആർക്കൊക്കെ സഹായിക്കാൻ, ആർക്കൊക്കെ അവരുടെ സമ്പാദ്യത്തിന് ഒരു വീതം കൊടുക്കാൻ കഴിയും. ഞാൻ പിരിവിന് വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഇതൊക്കെ എല്ലാം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോഴും സാധു നമ്മുടെ മുന്നിലേക്ക് നിൽക്കുമ്പോഴും ഒക്കെ കണ്ണടച്ച് തുരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എങ്കിൽ, നിങ്ങൾ വരുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ ബലഹീനതയായി മാത്രം നാം മനസ്സിലാക്കുക. من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب. ആസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അസ്രായീലിന്റെ ഭീതിതമായ അവസ്ഥകൾ കണ്ടിട്ട്, ആ വല്ലാത്ത വിവരണമായ അവസ്ഥകൾ കണ്ടിട്ട് ഒരു മനുഷ്യനോ സത്യവിശ്വാസിയായ മനുഷ്യനാകട്ടെ അല്ലാത്ത മനുഷ്യനാകട്ടെ അസ്രായീലിനോട് പറയും, എത്രേ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, ഒരല്പസമയം കൂടി എന്നെ ഒന്ന് പിന്തിപ്പിക്കോ അല്ലാ, ഒരല്പസമയം കൂടി എനിക്ക് എന്റെ ആയുസ്സിനെ നീ പിന്തിപ്പിക്കുമോ തമ്പുരാനെ. എന്നാൽ എന്തെന്നറിയോ, എനിക്ക് നീ ഒരുപാട് അനുഗ്രഹം ഈ ഭൂമി ലോകത്ത് എനിക്ക് നൽകിയിട്ടുണ്ട് തമ്പുരാനെ. ഒരുപാട് എസ്റ്റേറ്റുകൾ, ഒരുപാട് ബിൽഡിങ്ങുകൾ, ഒരുപാട് വാഹനങ്ങൾ, എന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ഒരുപാട് അനുഗ്രഹം നീ ചെയ്തു അല്ലാ. ഇതുവരെയും ഒരു പാവപ്പെട്ട ഒരു സാധുവിനെ ഞാൻ സഹായിച്ചിട്ടില്ല തമ്പുരാനെ. ഒരു ദീനിന്റെ സ്ഥാപനത്തിനെ നന്മയ്ക്ക് വേണ്ടി ഞാൻ സഹായിച്ചിട്ടില്ല തമ്പുരാനെ. ഞാൻ ഇതിനൊരു ആയുസിന്റെ ഒരല്പം കൂടി എനിക്ക് നൽകിയാൽ ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാമല്ലോ, ഞാൻ സ്വതക്ക ചെയ്യാം തമ്പുരാനെ. ഞാൻ നമസ്കാരമുള്ളവരായി തീരാമല്ലോ, നോമ്പനുഷ്ഠിക്കുന്നവനാകാം, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാകാം തമ്പുരാനെ. എനിക്കൊരു അല്പസമയമായുസ് കൂടി എനിക്ക് നൽകണേ അല്ലാ. മരണത്തിന്റെ സമയത്ത് മരണത്തിന്റെ മാലാഖയുടെ മുന്നിൽ വെച്ച് ഞാൻ ഇങ്ങനെ വിതുമ്പുമ്പോൾ, നിങ്ങൾ വിതുമ്പുമ്പോൾ, നാം എല്ലാവരും വിതുമ്പുമ്പോൾ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. ഒരു മനുഷ്യനും അല്ലാഹു തആല അവന് നിശ്ചയിച്ച 40 വയസ്സാകട്ടെ, 50 വയസ്സാകട്ടെ, 60 വയസ്സാകട്ടെ, 90 വയസ്സാകട്ടെ, 15 വയസ്സാകട്ടെ, 20 വയസ്സാകട്ടെ, അല്ലാഹു ആ മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ആയുസ്സുണ്ട്. ആയുസ്സിനേക്കാൾ അപ്പുറമായി അല്ലാഹു തആല പിന്തിപ്പിക്കില്ല. ആയുസ്സിന്റെ സമയമാകുമ്പോൾ മലക്കുൽ മൗത്ത് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭമാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു തആല എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായി അറിയുന്നവനാണ്. നമുക്ക് നമ്മുടെ ആയുസ്സിന് അല്ലാഹു തആല ഒരിക്കലും നമ്മുടെ ശുപാർശ കാരണമായി, നമ്മുടെ കരച്ചിൽ കാരണമായിട്ട് അല്ലാഹുവേ നാം കൈകാലുകൾ അടിച്ചു വിളിക്കുന്നുണ്ട്. പക്ഷേ ആ സംസാരവും കേൾവിയും ഒക്കെ ആ സമയത്ത് പരിഗണിക്കില്ല. അവലാദിയും വേവലാദിയും ആ സമയത്ത് ഉപകാരപ്പെടില്ല. ഇതുവരെയും എത്രയോ ദിവസങ്ങളായി നമസ്കരിക്കണം, നിങ്ങൾ ജമാഅത്തിന് പള്ളിയിലേക്ക് കടന്നു വരണം എന്ന് ഘോരമായി മാറി വരുന്ന ഉസ്താദുമാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അപ്പുറത്തെ പള്ളിയിൽ പോകുമ്പോൾ എവിടെയും നസീഹത്ത് കേൾക്കാം ജുമഅയ്ക്ക്, ഇപ്പുറത്തെ പള്ളിയിൽ പോകുമ്പോൾ
അവിടെയും കേൾക്കാം, ചെമ്പഴന്തി പള്ളിയിൽ വരുമ്പോൾ അവിടെയും കേൾക്കാം. ഉസ്താദുമാർ വാ തുറന്നാൽ ഇത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ നന്മയിലേക്ക് കടന്നു വരണം, നിങ്ങൾ നന്മയിലേക്ക് കടന്നു വരണം. മദ്രസയിലൂടെ കുട്ടികൾ പഠിപ്പിക്കുന്നതൊക്കെ അത് തന്നെയാണ്. അതൊക്കെ പറയുമ്പോഴും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരവും അതിന്റെ മഹിമയും ഒക്കെ എന്റെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ദീനിൽ വിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ അതൊക്കെ എന്റെ മോൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ ദീൻ മാറിപ്പോയി.